1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. ജീവവചന പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കൽപ്പനകൾ ഭാരമുള്ളവയല്ല എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കുടപ്പിറപ്പുകളെ, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹവും നമുക്ക് ദൈവത്തോടുള്ള സ്നേഹവും എപ്രകാരമുള്ളതെന്ന് ദൈവവചനം വ്യക്തമാക്കി തരുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹത്തിന് പരിധിയും പരിമിതിയും ഉള്ളതല്ല. അതിൻ്റെ ആഴവും ഉയരവും ഒന്നും ആർക്കും അളന്ന് തിട്ടപ്പെടുത്തി എടുക്കുവാൻ ഒക്കുകയുമില്ല. അതനുഭവിച്ചറിയുന്ന മനുഷ്യൻ ദൈവത്തെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്ന് ദൈവവചനം നമുക്ക് ശക്തമായ നിർദ്ദേശം നൽകി തരുന്നുണ്ട്. ദൈവത്തിൻ്റെ കൽപ്പനകൾ ഒന്നൊന്നായി അനുസരിച്ച് ജീവിക്കുന്നതിൽ കൂടെയാണ് ഒരു വ്യക്തി ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് വെളിപ്പെടുത്തുവാൻ ആകുകയുള്ളൂ. ദൈവത്തിൻ്റെ കൽപ്പനകൾ തൻ്റെ മനുഷ്യന് വേണ്ടിയുള്ളതാണ്. മനുഷ്യനോടുള്ള ദൈവസ്നേഹത്തിൻ്റെ ആഴമാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയുന്നുണ്ടോ? ആ കൽപ്പനകൾ നാം അനുസരിക്കുമ്പോൾ നാം ദൈവത്തെ വിശ്വസിക്കുന്നു, അനുസരിക്കുന്നു, സ്നേഹിക്കുന്നു എന്നൊക്കെ വെളിപ്പെടുത്തുകയാണ്. കൽപ്പനകൾ പ്രമാണിക്കുന്നതിൽ വിശ്വാസവും അനുസരണവും സ്നേഹവും അടങ്ങിയിരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ നമ്മോടുള്ള കൽപ്പനകൾ ഭാരമുള്ളവയല്ല. അർത്ഥാൽ അത് നിറവേറ്റുവാൻ പ്രയാസമുള്ളതല്ല. മനുഷ്യനനുസരിക്കുവാൻ സാധിക്കുന്നതായ കൽപ്പനകളാണ് ദൈവം നൽകിയിട്ടുള്ളത്. അതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ഭാഗം. തന്നെ സ്നേഹിക്കുന്നവർ പ്രമാണിക്കുവാൻ പ്രയാസമേറിയതോ അവർക്ക് സാധിക്കാത്തതോ ആയ കൽപ്പനകളാണ് കർത്താവ് നൽകിയിരിക്കുന്നതെങ്കിൽ ശാസ്ത്രിമാരെ പോലെ പരീശന്മാരെ പോലെ ഭാരമുള്ള ചുമട് തൻ്റെ മക്കളുടെ തോളിൽ കയറ്റിവെക്കുന്ന ഒരു കഠിന ഹൃദയനെ പോലെ ആയേനെയും നമ്മുടെ ദൈവം. എന്നാൽ അങ്ങനെയല്ല നമ്മുടെ ദൈവം. ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്നു, അവർ ഘനമുള്ള ചുമടുകളെ കെട്ടി മനുഷ്യരുടെ തോളിൽ വയ്ക്കുന്നു. ഒരു വിരൽ കൊണ്ടുപോലും അവയെ തൊടുവാൻ അവർക്ക് മനസ്സില്ല. മത്തായിയുടെ സുവിശേഷം 23-ാമത്തെ അധ്യായത്തിൽ പരീശ പ്രമാണികളെക്കുറിച്ചൊക്കെ ഇപ്രകാരമാണ് കർത്താവ് ഓർപ്പിക്കുന്നത്. എന്നാൽ നമ്മുടെ കർത്താവ് അങ്ങനെയല്ല. അവൻ അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുവാൻ, അവരുടെ ഭാരം അഴിച്ചു മാറ്റുവാൻ തൻ്റെ അടുക്കലേക്ക് വിളിച്ച സ്നേഹവാനായ ദൈവമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കർത്താവിൻ്റെ കൽപ്പനകൾ ഒട്ടും ഭാരമുള്ളവയല്ല എന്ന് നമുക്ക് വിശ്വസിക്കുവാൻ കഴിയണം. അവൻ്റെ മുഖം മൃദുവും അവൻ്റെ ചുമട് ലഘുവുമാണ് എന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. ഒരുവൻ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നത് എങ്ങനെയാണ് എന്നത് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. അവൻ്റെ വചനങ്ങൾ ഭാരമുള്ളതല്ല എന്നതിനാൽ അത് അനുസരിക്കുന്നത് നിർബന്ധത്താലോ ഭയത്താലോ മനസ്സില്ലാ മനസ്സോടെയോ ആകരുത്. മറിച്ച് സന്തോഷത്തോടെയാകണം. അതിലൂടെയാണ് ദൈവത്തോടുള്ള സ്നേഹം എങ്ങനെയുള്ളത് എന്ന് അറിയുന്നത്. സന്തോഷകരമായ അനുസരണമാണ് ആവശ്യമായിരിക്കുന്നത്. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നത് മനുഷ്യർ മാത്രമല്ല, ദൈവത്തിൻ്റെ സകല സൃഷ്ടികളും ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നുണ്ട്. എന്നാൽ തൻ്റെ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം സൃഷ്ടിച്ച തൻ്റെ മനുഷ്യൻ, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് അവൻ പറയുന്നുവെങ്കിലും യഥാർത്ഥമായി ദൈവത്തിൻ്റെ ഇഷ്ടമറിഞ്ഞ് അവൻ്റെ വാക്ക് അനുസരിക്കുന്നില്ല എന്നത് ദൈവത്തെ എത്രത്തോളം വേദനിപ്പിക്കുന്നതാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സങ്കീർത്തനങ്ങളിൽ വായിക്കുന്നു, തീയും കൽമഴയും ഹിമവും ആവിയും കൊടുങ്കാറ്റും അവൻ്റെ വചനം അനുഷ്ഠിക്കുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നത്. കാറ്റും തിരമാലകളും മത്സ്യങ്ങളും ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നു. ഈ കാര്യം യോനയുടെ പുസ്തകത്തിലെ യോനയുടെ ചരിത്രം നമ്മൾ കാണുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് അവിടെ തന്നെ കാണാൻ കഴിയും. ദൈവത്തിൻ്റെ പ്രവാചകനായ യോന ദൈവകൽപ്പന മറുതലിച്ചു എന്ന് നമ്മളിവിടെ കാണുന്നുണ്ട്. അവിടെ ഒരു ചെറിയ പുഴു വരെ ദൈവം അതിനോട് എന്ത് കൽപ്പിച്ചുവോ അതനുസരിച്ചു. യോനയെ ചില സത്യങ്ങൾ പഠിപ്പിക്കുവാൻ വേണ്ടി ദൈവം ഒരു പുഴുവിനെ അവിടെ കൽപ്പിച്ച് നിയമിച്ചാക്കുന്നുണ്ട്.
ആ പുഴു വരെ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചു. യോന എന്ന പ്രവാചകൻ പിടിവാശിയാൽ ദൈവത്തിൻ്റെ കൽപ്പന വിട്ട് തൻ്റെ വഴിയിലേക്ക് പിന്മാറിപ്പോയി. ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കേണ്ട, ആരാധിക്കേണ്ടിയ ദൈവമക്കൾ ദൈവകൽപ്പനയോട് അനുസരണക്കേട് കാണിച്ചാൽ അത് ഒരു വിപത്താണ് എന്ന് നാം മനസ്സിലാക്കണം. ദൈവകൽപ്പനയെ മനസ്സില്ലാ മനസ്സോടെ അനുസരിക്കുന്നതും അപ്രകാരം തന്നെയാണ്. സന്തോഷകരമായ അനുസരണമാണ് ദൈവത്തിന് പ്രസാദകരമായ കാര്യം. കൂടപ്പിറപ്പുകളെ, നാം ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം. ദൈവം തൻ്റെ സ്നേഹത്തിൽ നമ്മെ സൂക്ഷിക്കുന്നതിന് വേണ്ടി നാം പ്രമാണിക്കുവാൻ തന്നിട്ടുള്ളതാണ് ദൈവകൽപ്പനകൾ. നാം അവയെ അനുസരിക്കാതിരുന്നാൽ ദൈവത്തിന് അത് വളരെ വേദനയാണ്. എന്നാൽ നാം അവയെ അനുസരിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട് എന്ന് സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആകയാൽ നാം കൽപ്പനകൾ, നമുക്ക് അത് ഭാരമുള്ളതല്ല. അവയെ നാം സന്തോഷത്തോടെ അനുസരിച്ച് നമുക്ക് നമ്മുടെ ദൈവത്തോടുള്ള സ്നേഹം വെളിപ്പെടുത്തുകയും ദൈവസ്നേഹത്താൽ നാം സൂക്ഷിക്കപ്പെടുന്നവരുമായി ജീവിക്കുവാൻ ഇടയായിത്തീരും. അതിനുവേണ്ടി ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് അതിനുവേണ്ടി നമ്മളെ നയിക്കുകയും ചെയ്യും. നമുക്ക് അതിനുവേണ്ടി സന്തോഷത്തോടെ നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കണ്ണുകളടയ്ക്കും. പരിശുദ്ധനായ സ്വർഗീയ പിതാവേ, നല്ല ദിവസം ഈ പ്രഭാതത്തിൽ ദൈവവചനം കേട്ട് ധ്യാനിക്കുവാൻ തന്ന അവസരത്തിനായി സ്തോത്രം. അങ്ങയുടെ ഞങ്ങൾ അനുസരിക്കേണ്ടതായ അങ്ങ് ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന കൽപ്പനകൾ ഞങ്ങളത് അനുസരിക്കുന്നത് അങ്ങയിലുള്ള വിശ്വാസവും അങ്ങയോടുള്ള സ്നേഹവും വെളിപ്പെടുത്തുന്നത് ആകയാൽ അവയെല്ലാം ഞങ്ങൾ മറുചോദ്യം ചോദിക്കാതെ അനുസരിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ അതിനുവേണ്ടി സമർപ്പിക്കുന്നു. കർത്താവേ, സകല സൃഷ്ടികളും അങ്ങയുടെ കൽപ്പനകൾ അനുസരിക്കുന്നു. എന്നാൽ ഞങ്ങൾ അനുസരിക്കേണ്ടതായ കൽപ്പനകൾ ഞങ്ങൾ വിട്ടുകളയാതെ, ഞങ്ങളുടേതായ വഴികൾ തേടിപ്പോകാതെ ദൈവവഴിയിൽ കൂടി തന്നെ കൽപ്പനകൾ അനുസരിച്ച് സഞ്ചരിക്കുന്നവരായി ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ. ഇന്നിൻ്റെ മറുപടികളും വിടുതലുകളും കൽപ്പിച്ചയക്കണമേ. ആർക്കും അനർത്ഥങ്ങളോ അപകടങ്ങളൊന്നും ഉണ്ടാകാൻ ഇടയാകാതെ സൂക്ഷിക്കണമേ. പരിശുദ്ധനെ, ഞങ്ങളുടെ ആരാധന അങ്ങയ്ക്ക് പ്രസാദകരമായി തീരുവാൻ സഹായിക്കുന്നു. മഹത്വം അങ്ങയ്ക്ക്. സകലത ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.